കോട്ടയം പോകാൻ മുണ്ടക്കയം കയറി പോയാ പോരെ? മുണ്ടക്കയം വഴി പോണ മണ്ടത്തരല്ലേ? നമുക്ക് നേരെ മൂലമറ്റം കയറി അങ്ങ് പോവാം. ഏതിലേ കയറിയാലും ജീപ്പിൽ കയറാതെ പോകാൻ പറ്റത്തില്ല. അത് കറക്റ്റാ. സത്യം, ജീപ്പും വന്നു. ഈശോ, റെഡിയല്ലേ? എന്ന് ഇറങ്ങാം. അപ്പൊ തോപ്പം വേണ്ടേ? തോപ്പം വേണോ? നിങ്ങൾ വന്നോ? കൊറേ നേരമായി അകത്ത് കയറി വാതിലടച്ചിട്ട്. അവന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ഒന്നും കൊണ്ടുപോയി പെണ്ണ് കാണിക്കേ. കർത്താവേ, ആരാ ഇത്? കോട്ടയം കുഞ്ഞച്ചനോ? കോട്ടയത്തേക്കല്ലടാ, കിടക്കട്ടെ ഒരു കുഞ്ഞച്ചൻ സ്റ്റൈൽ. അമ്മച്ചിക്ക് ഓക്കെ അല്ലേ? എനിക്ക് ഓക്കെയാ. നിനക്കോടി സുസമേ? എനിക്ക് ഓക്കെ അല്ല. ഇത് ഇച്ചിരി പഴഞ്ചനായി പോയില്ലെന്ന് എന്റെ സംശയം. പെണ്ണ് ജർമ്മനിയിലൊക്കെ ജനിച്ചു വളർന്നല്ലേ പറഞ്ഞേ? എന്റെ പൊന്നു സൂസമ്മേ, കോട്ടയം അച്ചായ എന്നുള്ള ദാണ്ട് ഇതാ. അത് ജർമ്മൻകാരിക്കാണെങ്കിലും കോട്ടയത്തുകാരിക്കാണെങ്കിലും അങ്ങനെ തന്നെയാ അല്ലേ തോപ്പാ? പിന്നല്ല, ഇവളിങ്ങനെ പോത്തുപോലെ വളർന്നതേ ഉള്ളൂ, ബുദ്ധിയില്ല. എന്നാ പിന്നെ ജുബ്ബ ചുളുങ്ങിന് മുമ്പ് അങ്ങ് ഇറങ്ങാം. മുണ്ടൊക്കെ പാലാ വഴിയാണ് കോട്ടയത്ത്. എന്നാ പിന്നെ പോയിച്ചോട്ടെ അമ്മച്ചി. മോനെ, ഇതെങ്കിലും ഒന്ന് ശരിയാക്കണേടാ. നോക്കാം അമ്മച്ചി, പോട്ടടി. ഒരു നല്ല കാര്യത്തിനാ പോണേ. ദൈവത്തെ ഓർത്ത് കുടിക്കല്ലേ. ദൈവത്തെ ഓർത്ത് കുടിക്കത്തേ ഇല്ല അമ്മച്ചി. ജുബ്ബ ചുളുക്കല്ലേ? എന്റെ മാതാവ്. ജുബ്ബ ചുളുങ്ങാതെ സൂക്ഷിച്ച്. തോപ്പ, അലമ്പുണ്ടാക്കരുത്. ഇനി എന്നെ കൊണ്ട് മേല. പള്ളിക്കൂടത്തിൽ പഠിക്കുന്ന പിള്ളേരെ പോലെ അടങ്ങി ഒതുങ്ങി ഇരുന്ന് തന്നാ മതി. ബാക്കി കാര്യം ഞാൻ ഏറ്റു. ശരിയാടാ ചോപ്പ, ഇതും കൂടെ നടന്നില്ലെങ്കിൽ അമ്മച്ചി ഞങ്ങളെ വീട്ടിൽ കേട്ടത്തില്ല. നടന്നാലും കേട്ടത്തില്ല. വെൽക്കം വെൽക്കം. അല്ല, സെക്യൂരിറ്റിക്കാരന്റെ യൂണിഫോം തന്നെ ഇങ്ങനെ? സെക്യൂരിറ്റി അല്ല, പെണ്ണിന്റെ അപ്പനാ. എന്തായാലും തോറ്റു തൊപ്പിയിട്ടാളാ. ഞാൻ ക്യാപ്റ്റൻ കുഞ്ചപ്പൻ കോശി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ജോപ്പനും ക്യാപ്റ്റനാ? ക്യാപ്റ്റൻ? ഞങ്ങളുടെ കബഡി ടീമിന്റെ. വെരി ഗുഡ്. നല്ല സ്പോർട്സ്മാൻ സ്പിരിറ്റ് ഉള്ള കുട്ടികളെ ഞങ്ങൾ പട്ടാളക്കാർക്ക് വലിയ ഇഷ്ടമാണ്. ഞങ്ങൾക്കും സ്പിരിറ്റ് വലിയ ഇഷ്ടാ. ലേശം വെള്ളം ഒഴിക്കുന്നേ ഉള്ളൂ. ബൈ നമുക്ക് അകത്തോട്ടിരുന്ന് സംസാരിക്കാം. ജോസ് പ്രകാശനോ? പൊന്നു ജോപ്പ പ്ലീസ്. രാജ്യസ്നേഹം, അതൊന്നും മാത്രമാണ് എന്നെ പട്ടാളക്കാരനാക്കിയത്. യുദ്ധങ്ങൾ എന്നും എനിക്കൊരു ഹരമായിരുന്നു. പാറ്റൻ ടാങ്കുകളും മിസൈലുകളും എനിക്ക് കളിക്കോപ്പുകളായി. അപ്പൊ ഒന്നും ഒറിജിനൽ അല്ലല്ലേ? ക്യാപ്റ്റൻ സാറേ, ഒരു സംശയം ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. ഈ ക്യാപ്റ്റനാകുമ്പോ ഇഷ്ടം പോലെ കോട്ട കിട്ടുമായിരിക്കും അല്ലേ? പിന്നെ ഇഷ്ടം പോലെ. അപ്പൊ ഇത് മൊത്തം പുറത്തു കൊടുക്കുവോ അതോ? ഒരു പട്ടിക്കും കൊടുക്കില്ല. മൊത്തം ഞാൻ തന്നെ കുടിച്ചു തീർക്കും. കൊതിയനാട്ടാ. എനി ഒബ്ജക്ഷൻ? ഇത് ചതിയായി പോയി. യോപ്പ, നമുക്ക് ഈ കല്യാണം വേണ്ട കേട്ടോ. മുഴുവൻ അയാൾ എന്നെ കുടിച്ചു തീർക്കുന്നു. തോപ്പാ. അറിയാതെ കയറി ചിയേഴ്സ് പറഞ്ഞു കളഞ്ഞേക്കല്ലേ. വിസ്കി അല്ല, കട്ടൻ ചായ. അതെന്താ ക്യാപ്റ്റൻ സാറേ, ഇത് പാല് കിട്ടിയില്ലേ? ഓ, പാല് കിട്ടാഞ്ഞിട്ടൊന്നും അല്ലടൂ. ജോപ്പൻ 2 അടിക്കുന്ന കൂട്ടത്തിലാന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. വെറുതെ പിരിയണ്ടാന്ന് കരുതി. ഓ, എന്നാ മനപ്പൊരുത്തുവാ. ഇവളുടെ മമ്മ അങ്ങ് ജർമ്മനിയിൽ നഴ്സായിരുന്നു. സ്വാഭാവികമായും ഇവളും നഴ്സായി. ഇടയ്ക്ക് ലീവ് കിട്ടുന്ന ഗ്യാപ്പിൽ ഞാനും അങ്ങ് പോകും. ഒരു സുപ്രഭാതത്തിൽ എല്ലാം ഇട്ടെറിഞ്ഞ് അവൾ പോയപ്പോൾ ഞാൻ ആകെ തളർന്നു പോയി. ഓ, അപ്പൊ പെണ്ണിന്റെ മോള് ചൊടിപ്പോയതാണല്ലേ? മരിച്ചു പോയതാ പോത്താ. ഓ, മർഡർ. പിന്നെ മമ്മയില്ലാതെ ജർമ്മനിയിൽ നിൽക്കാൻ ഇവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവളെ കൊണ്ടിങ്ങി പോന്നു. ക്യാപ്റ്റൻ സാറേ, ചെറുക്കനും പെണ്ണിനും എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ അല്ലേ? വൈ നോട്ട്? അതാണ് വൈ നോട്ട്. ജോപ്പൻ നല്ലോണം കുടിക്കുമല്ലേ? ഓ, അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ മാത്രം. പിന്നെ എന്നാന്നറിയത്തില്ല, കർത്താവിന്റെ കൃപ കൊണ്ട് എനിക്ക് എപ്പോഴും സമയം കിട്ടും. എനിക്ക് ജോപ്പനെ ഇഷ്ടായി. ഞാനും ജോപ്പനെ പോലെ തന്നെയാ. രാവിലെ എനിക്കും 2 അടിക്കണം, അല്ലെങ്കിൽ സിറിഞ്ച് എടുക്കുമ്പോ കൈവിറയ്ക്കും. ജർമ്മനിയിലെ തണുപ്പത്ത് ശീലിച്ചതാ. പിന്നെ ആക്ച്വലി എനിക്ക് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷനോട് തീരെ താല്പര്യമില്ല. ലിവ് ഇൻ റിലേഷൻഷിപ്പിനോടാ എനിക്ക് താല്പര്യം.
അതാവുമ്പോ ഈ കുട്ടികള് ഹസ്ബൻഡിന്റെ ഫാമിലി ഈ വക കമ്മിറ്റ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ. പിന്നെ എപ്പ വേണ്ടാന്ന് തോന്നുന്നു അപ്പൊ തന്നെ ബൈ ബൈ പറഞ്ഞ് കളഞ്ഞിട്ട് പോവുകയും ചെയ്യാം. ജോപ്പനോട് ഞാനൊരു കാര്യം പറയാൻ മറന്നു. നമുക്ക് ഓൾറെഡി ഒരു കുട്ടിയുണ്ട്. കുട്ടിയോ? ഹാ, കുർണോ. ദേ മോനെ, മോന്റെ ഡാഡി. ദേ, ഇന്നു മുതൽ ഇവനാണ് നമ്മുടെ കുട്ടി. ജോപ്പൻ ഇവനെ സ്വന്തം മോനെ പോലെ സ്നേഹിക്കണം. ഈ പട്ടിയാണോ കുട്ടി? ഹാ, യാ. അച്ഛൻ അവൾക്കൊരു കുട്ടിയുണ്ടെന്ന്. അത് മനുഷ്യക്കുട്ടിയല്ല, പട്ടിക്കുട്ടി. അവളുടെ പട്ടിയെ ഞാൻ എൻ്റെ സ്വന്തം കുട്ടിയായിട്ട് കാണണമെന്ന്. എൻ്റെ പട്ടിയാണ് അവളുടെ പട്ടിയെ എൻ്റെ കുട്ടിയായിട്ട്. എന്നെക്കാളും വലിയ വെള്ളവും ലിവിങ് ടുഗദർ വേറെ. ചേട്ടാ, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞാൻ മാമൂസ മുക്കിയ കുട്ടിയല്ലേ അവള്. അച്ഛനോട് മാമോദിസ മുക്കിയത് ആനാമ്പള്ളത്തിലാണോ ബ്രാൻഡിയിലാണോ? ഈ സൈസ് വേറെ ഉണ്ടോ ഇനി? അവിടെ ഇവിടെ ആയിട്ട് 1-2 കൂടെ. ഞാനൊന്നും പറയുന്നില്ല. അച്ഛനറിയാമല്ലോ, എൻ്റെ അപ്പം സാമാന്യം നല്ലൊരു കുടിയനായിരുന്നു. കുടിച്ചേച്ചൻ വന്നിട്ട് അമ്മച്ചിക്കിട്ട് നല്ല കീറുകയും ചെയ്യും. എന്നാലും അപ്പം വരാൻ വൈകിയ അമ്മച്ചിക്ക് എന്നോ ആദ്യാന്നറിയാവും. അപ്പം വരുന്നവരെ കൊന്തയെത്തിച്ചുകൊണ്ട് അരപ്രൈസ് മേൽ അങ്ങനെ ഇരിക്കും. അപ്പം വന്ന് കഞ്ഞി വിളമ്പി കൊടുത്തേച്ചേ അമ്മച്ചി ഉറങ്ങത്തുള്ളൂ. അത് കണ്ട് വളർന്നവനാ ഞാൻ. കെട്ടിയവനെയും പിള്ളേരെ നോക്കാത്ത ഒരു ന്യൂ ജനറേഷൻ ഐറ്റത്തിനെയും എനിക്ക് വേണ്ട. നമ്മൾ ഇച്ചിരി ഓൾഡ് അച്ചോ. അല്ലെ, ഇതൊക്കെ പെണ്ണ് കെട്ടാതെ അച്ഛനോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? വെറുതെ സമയം കളയാന്നല്ലാതെ. ഞാൻ പോയേക്കുവാ. എടാ, എന്നാ അല്ലടാ, നമുക്ക് വേറെ ഒരു പെണ്ണിനെ ഒന്ന്. വേറെ ഒരു പെണ്ണ് എൻ്റെ പെരുവില്ലേന്ന്? അച്ഛൻ എനിക്ക് എൻ്റെ കൺട്രോൾ പോയി നിൽക്കുക. വേറെ പെണ്ണ്? അച്ഛൻ എൻ്റെ ആനയെ കണ്ടിട്ടുണ്ടോ? അവളായിരുന്നു അച്ഛോ പെണ്ണ്. ഞാൻ എപ്പോഴും ഓർക്കും, വേറെ തന്നെ മിന്നി കിട്ടാൻ തലകുറിച്ച് നിന്നും കൊടുത്ത് അവൾക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാ. ഞാൻ വല്ലയിടത്തുമൊക്കെ ആയിരുന്നില്ലേ. അല്ലാതെ ജോപ്പനെ മറക്കാൻ അവൾക്ക് ഒക്കത്തില്ല. അവള് മറക്കുകയില്ല. അങ്ങനെ ജോപ്പൻ അവളെ സ്നേഹിച്ചത്. അങ്ങനെ ഒരു പെണ്ണിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല, ഇനിയോട്ട് കാണുകയില്ല. പോട്ടെ അച്ഛോ, ദണ്ണന്മാർ എന്നെ കള്ളു വേറെ കുടിക്കണം. ഹലോ, ഏയ് ഹലോ, ഓയ് ചേട്ടാ, എന്നെ ഒന്ന് താഴത്തോട്ട് കൊണ്ടാക്കുവോ? ശരി, ചേട്ടാ കൊറേ നേരമായി കാത്തു നിൽക്കുക. എന്നാ മഴയാ! ഈ മഴ മാറുന്ന ഒരു ലക്ഷണവും ഇല്ല. ഒന്ന് എന്നെ ഇവിടെ താഴെ വരെ കൊണ്ടായി തരുമോ പ്ലീസ്? നല്ല മഴ അല്ലേ? എനിക്ക് മഴ വലിയ ഇഷ്ടമാ. ആഗ്രഹമില്ലായിട്ടല്ല, പള്ളിയായി പോയില്ലേ. ചേട്ടൻ എന്നായി ചുറ്റും നോക്കുന്നേ? ഇവിടെ ഒരു കുരിശിരിപ്പുണ്ടായിരുന്നു. അവിടെ തന്നെ ഉണ്ടോ അതോ ഈ കുടയിൽ വന്ന് വലിഞ്ഞു കയറി ഒന്ന് നോക്കിയതാ? ആ, അതൊന്നും അല്ല. ഇതാരെങ്കിലും കണ്ട് ചേട്ടന്റെ ഭാര്യ അടുത്ത് പോയി പറയുന്നു പേടിച്ചിട്ടല്ലേ? അതിന് ഞാൻ കല്യാണം ഒന്നും കഴിച്ചിട്ടില്ല, സിംഗിളാ. അയ്യോ, അതെന്നെ പറ്റി? ഒന്നും ഒത്തു കിട്ടിയില്ലേ? അതോ വല്ല പ്രേമനാരേഷം ആണോ? ഈ മഴയത്ത് നീ എന്നെ പെണ്ണ് കിട്ടിക്കാൻ ഇറങ്ങിയതാണോ? നല്ല ഫിറ്റ് ആണല്ലേ? ആ, ഫിറ്റ് ആയപ്പോ ജിമ്മിൽ നിന്ന് വന്നേ ഉള്ളൂ. അതാ ഫിറ്റ്. പിന്നെ ജിമ്മിലൊക്കെ ഇപ്പൊ മദ്യല്ലേ കൊടുക്കുന്നത്. ഇനി ഒരടി മുന്നോട്ട് വെക്കണമെങ്കിൽ നിന്റെ വായടച്ച് വെക്കണം. നിന്റെ വായടച്ച് വെക്കണമെന്ന് കേട്ടോടി. വായടി. ചേട്ടാ, ചേട്ടൻ ഈ പള്ളിയിലെ കൈക്കാരനാണോ? അല്ല, കപ്പ്യാരാ. ഞാനിവിടം വരെ ഉള്ളു. അപ്പൊ ഞാനോ? നീ എങ്ങനെയെങ്കിലും വഴി തിറക്കി വിടണം, ദുഷ്ടൻ. നിന്നോട് അറിവ് നിന്റെ വണ്ടിക്കാരൻ. എന്തായാലും ഇത്രയായില്ലേ ചേട്ടാ, ഇനി എന്നെ ഓട്ടോ സ്റ്റാൻഡ് വരെ കൂടെ ഒന്നാക്കിയേക്കും. എന്നെ കൊണ്ടേ പോകുള്ളൂ. നേരം കളയാതെ വണ്ടി എടുക്ക ചേട്ടാ. ചേട്ടന്റെ പേരെന്നാ? അറിഞ്ഞിട്ട് ഇപ്പൊ എന്നാത്തിനാ? കല്യാണം ആലോചിക്കാൻ വേണ്ടി അല്ല. പിന്നെ ചേട്ടാ, ഞാനൊന്ന് ചുമ്മാ ചോദിച്ചതാ, ഒന്ന് അറിയാൻ വേണ്ടി. ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. എന്റെ പേര് മരിയ. ചോദിച്ചില്ലല്ലോ. എന്നാലും ഇരിക്കട്ടെ. ഞാനിവിടെ ഒരു മെഡിക്കൽ ക്യാമ്പിന് വേണ്ടി വന്നതാ. ഇന്ന് വല്യമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. അതാ പള്ളി വരെ വരാന്ന് വിചാരിച്ചത്. കുപ്പിയിൽ മുഴുവൻ ഉണ്ടല്ലോ അല്ലേ? അയ്യോ, ഉണ്ട് സാറേ. ഹലോ,
ആ സതീശ ജോപ്പന. ആഹാ എന്നെ ജോപ്പാ? നമ്മുടെ SI സാറിന് എത്ര എണ്ണം വീശിയായിരുന്നു? അതൊരു 3-4 ലാർജ്. ഓഹോ. മാത്രമല്ല റമ്മി കളിച്ചൊരു 4000 പോവുകയും ചെയ്തു. ബാക്കി കുപ്പിയും പൊതിച്ചോണ്ട് പോയിട്ടുണ്ട്. എന്നായിരുന്നു ജോപ്പാ? ഒന്നുമില്ല വെച്ചേ. ഇറങ്ങിക്കോ. ദാ വളവി ഓട്ടോ കിട്ടും. ചേട്ടൻ ആ വഴിക്കല്ലേ പോന്നു, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഞാൻ ഏതെങ്കിലും വഴിക്ക് പോട്ടെ. ഞാൻ മഴയത്ത് ഞാൻ എങ്ങനെയാ ഇറങ്ങടി. ഇറങ്ങിക്കോളാം. അയ്യോ കർത്താവേ മഴ. ഈ കൊട വെച്ചോ. പഠിക്കണ സമയത്ത് അസംബ്ലിക്ക് നിന്നുകൊണ്ട് ആകെ ഒരു ഗുണം കിട്ടുന്നത് ഇവിടെ. സ്കൂളിൽ പഠിക്കണ പിള്ളേർ മുമ്പിൽ, ഇവിടെ നന്നായിട്ട് കുടിക്കണവർ മുമ്പിൽ. എന്നാ ഒന്ന് വണ്ടിയിലോട്ട് കയറി. ഓ പിന്നെ നാളെ 1-ാം തീയതി 2 മണിക്കൂർ ക്യൂ നിന്നിട്ട് ഇവിടം വരെ എത്തിയത്. ഒരു അത്യാവശ്യം എന്തോന്ന് അത്യാവശ്യം? ഇതിലും വലിയ അത്യാവശ്യം ഉണ്ടാ? അതൊക്കെ വന്നിട്ട് പറയാം. നീങ്ങ വാ. ആഹാ, ഒരു മിനിറ്റ് ഇപ്പൊ വരാവേ. മഴ മഴ കുട കുട മഴ വന്ന തൊപ്പിക്കുട. ചേട്ടാ മുമ്പോട്ട് പോകുമ്പോ ഈ കൊച്ചിനെ കൂടെ ഒന്ന് മുമ്പോട്ടാക്കിയേക്കണേ. മോനെ അങ്കിള് പറയുന്ന പോലെ തന്നെ കേൾക്കണോട്ടാ. കുട്ടാ എന്നാ കാര്യം? എന്നാ അതൊക്കെ വന്നിട്ട് പറയാന്ന് പറഞ്ഞില്ലേ? എന്നാ കാര്യം ഒന്ന് പറയുന്നേ. വണ്ടിയിലോട്ട് കയറി. നീ വെള്ളം അടിച്ചിട്ടുണ്ടോ? അവിടെ കിട. ഇല്ല, അതിനു വേണ്ടിയല്ലേ ക്യൂ നിന്നത്. മഴയിന് പെയ്യോടോ? ഇനി പെയ്യാൻ സാധ്യതയില്ല സാറേ. പക്ഷേ ഇടിക്ക് സാധ്യതയുണ്ട്. അല്ല മിന്നലുണ്ടെന്ന് പറയായിരുന്നേ. ദൈവമേ, ജോപ്പൻ SI കിട്ടാണല്ലോ വട്ടം വെച്ചേക്കുന്നേ. നമസ്കാരം ജോർജ് സാറേ. എന്നാ ഉണ്ട് വിശേഷം? എങ്ങോട്ടാ മുറുകെ ചൊപ്പിച്ചോണ്ട്? വല്ല ചുറ്റിക്കളിയാണോ? എന്താടാ അതിന്റെ ഉദ്ദേശം? ഓ അങ്ങനെയൊന്നുമില്ല. നീ സാർ ഇവിടെ വന്ന വിവരം ഞങ്ങളെ അറിയിച്ച സ്ഥിതിക്ക് ഞങ്ങൾ ഇവിടെയുള്ള വിവരം സാറിനെ ഒന്ന് അറിയിക്കണ്ടേ? പിന്നെ അല്ല, അത്രേ ഉള്ളൂ. അപ്പൊ നീ കളിക്കാൻ തന്നെ ഇറങ്ങിയിരിക്കുക അല്ലേ? അയ്യോ, കളിയൊക്കെ അന്നേ കഴിഞ്ഞില്ലേ സാറേ. ഇത് ഞാൻ കാര്യമായിട്ട് വന്നതാ. ഉള്ളത് പറയാമല്ലോ. ഇവൻ ഈ പോഴ കൊണ്ടഴിച്ചിട്ടാ. ഇവനൊരു സംശയം, സാറ് വെള്ളം അടിച്ചിട്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു സാറ് നിയമം വിട്ട് കടുകിട മുമ്പോട്ട് പോകാത്ത ആളാ. സാർ ഒരിക്കലും വെള്ളം ഒഴിച്ച് വണ്ടി ഓടിക്കത്തില്ലാന്ന്. ഈ കൊഴയ്ക്ക് മനസ്സിലാവണ്ടേ? സാർ ഒരു കാര്യം ചെയ്യും, ആ ഊതണ സാധനമില്ലേ അതെടുത്തൊന്ന് ഊതി ഇവനൊന്ന് കാണിച്ചു കൊടുത്താട്ടെ. ഇപ്പൊ കണ്ടോ? നീ പോലീസിനെ കൊണ്ട് ഊതിക്കാൻ മാത്രം മറന്നു പറയണ. സാറേ ഞാൻ ഊതാനേ പറഞ്ഞുള്ളൂ, അടിക്കാൻ പറഞ്ഞില്ല. ചേട്ടാ വണ്ടി നിർത്ത്, വണ്ടി നിർത്ത്. എന്തായാലും ഇത് കാണിക്കണം. പുതിയൊരു കേസ് ഇട്ടിട്ടുണ്ട്. എന്ന് കാണിച്ചിട്ട് ഞാൻ പോകുന്നു. ഇത് കഞ്ഞിക്കുള്ള പോലെ അല്ല, ഇത് പുതിയ കുട്ടിയാ. നല്ല കേസാ. മൂലമറ്റംകാരി. ഇഷ്ടപ്പെട്ടോ? എന്ന് ആലോചിക്കട്ടെ. തോപ്പനും ഇയാളും കൂടെ ആയിക്കോട്ടെ. എന്തോ പോയ ഊതിക്കുന്ന സാധനം എടുത്തുണ്ടോ? എടുത്തോണ്ട് വരാം. ഊതട്ടെ. എടാ പെട്ടെന്ന് വേണം, കെട്ട് വിട്ടു പോകും. സാർ ഇടികൊണ്ടതാ. ദാ വന്നു. ഇന്നാ സാറേ ഇതിലൊന്ന് ഊതിക്കേ. ഒന്ന് ഊതിക്കേ സാറേ. അയ്യോ കർത്താവേ, ശ്വാസം വിട്ടപ്പോഴേക്കും മനുഷ്യൻ അടിച്ചു പോയേനെ. മുറ്റ സാധനം വലിച്ചു കേട്ടിരിക്കുന്നത് എല്ലാരും കണ്ടല്ലോ. ഒരു ഫോട്ടോ എടുത്തോടാ.
എപ്പോ എടുത്തു ചോദിച്ചാ പോരെ വിത്ത് ഫോട്ടോഷോപ്പ്. പിന്നൊരു കാര്യം, ഇതെങ്ങാനും ഫേസ്ബുക്കിലിട്ട് സാറിനെ നാട്ടിക്കാൻ നോക്കിയാലുണ്ടല്ലോ അടിച്ചിന്റെ ചെവിക്കുറ്റി ഞാനാ പാപ്പിച്ചായ വരുമ്പോൾ മാത്രമേ കാണിക്കാവുള്ളൂ. അത്രേ ഉള്ളൂ. എന്നാ അതുകൊണ്ട് വെച്ചേട്ടാ. സാറേ മെഷീൻ നുണ പറയത്തില്ല. പോലീസ് ആയാലും ശരി പാപ്പിച്ചായനായാലും ശരി അടിച്ചിട്ടുണ്ടെങ്കിൽ ലൈറ്റ് കത്തിയിരിക്കും. എന്തോന്നാടാ താണ്ട മിഷൻ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാൻ. എനിക്കെല്ലാം മനസ്സിലായി. നീ വീട്ടിൽ പോവാൻ നോക്ക്. പോ ചെല്ലേ. ആ കുടയും കൂടെ വെച്ചേ. എന്റെ അമ്മച്ചിക്ക് പള്ളി പോകാനല്ലോ. ഓ വണ്ടി എടുക്കടാ. വണ്ടി മാത്രം എടുത്തോളൂ. എന്റെ കൊച്ചിപ്പോ ഫ്രണ്ടിൽ എത്തിണ്ടാവും. ഞാൻ ബിവറേജിൽ ഇറങ്ങുവേ. ഇത് ഞാൻ ആലോചിക്കും. അല്ല, തോപ്പനുമായിട്ടുള്ള കുട്ടിയുടെ ഈ കൊട. എന്റെ മോളെ പോലീസുകാരനെ അടിച്ച് ഇഞ്ച പരവാക്കി മുണ്ടും മടക്കി കുത്തി നെഞ്ചും വിരിച്ചൊരു വരവാ. മാസ് എന്ന് പറഞ്ഞ പോരാ, മരണ മാസ്. അച്ഛ എന്ന് പറഞ്ഞ ഇതാണ് അച്ചായൻ. എന്നാലും ഞങ്ങളുടെ ഈ നാട്ടിൽ ഞാൻ അറിയാത്തൊരു അച്ചായൻ ഏതാണെന്നാ എനിക്ക് പിടികിട്ടാത്ത. ഇതങ്ങനെ നിന്റെ ഒന്നും വലയില് വീഴുന്ന ഐറ്റം അല്ല മോളെ. പേര് ജോപ്പൻ, തോപ്പിൽ ജോപ്പൻ. ആഹാ, തോപ്പനായിരുന്നോ? തോപ്പനോ? നിനക്കറിയാവോ അങ്ങേരെ? പിന്നെ അല്ലാതെ പുള്ളിയെ എല്ലാവരും തോപ്പന്നാ വിളിക്കുന്നത്. ആളൊരു ലവ് ഫെയിലിയർ കേസാ. ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളതാണേ. പുള്ളിക്ക് ആനി എന്ന് പറഞ്ഞൊരു പെണ്ണിനെ ഭയങ്കര ഇഷ്ടായിരുന്നു. ഈ ആനി ഒരു സുന്ദരിക്കോതയായിരുന്നു കേട്ടോ. ഒടുവിൽ വീട്ടുകാരെല്ലാം എതിർത്തപ്പോ ആനിയെ കെട്ടാൻ വേണ്ടി ജോപ്പൻ നാട് വിട്ടുപോയി. വലിയ കാശുകാരനെ തിരിച്ചു വന്നപ്പോഴോ ആനി വേറൊരാളെ കല്യാണം കഴിച്ചു. അന്ന് മുതൽ തോപ്പൻ തന്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണ് വേണ്ടാന്നും പറഞ്ഞ് ദേവദാസിനെ പോലെ ശിഷ്ടകാലം കുടിച്ചു തീർത്തോണ്ടിരിക്കുക. അപ്പോ അച്ചായനൊരു അവശ്യ കാമുകനാ അല്ലേ? തോപ്പൻ നിർത്തിയെടുന്ന് ബാക്കി കഥ പറ. ആദ്യം കണ്ടപ്പോഴേ ഞാൻ ഒന്നും ഞെട്ടി. ആനയുടെ അതേ സ്വരം, അതേ ശബ്ദം. ഓഹോ, ഇനിയിപ്പോ ആനയുടെ മോളായിരിക്കും. ഒന്ന് പോടാ. ആനിയുടെ മോള് ഇനിയിപ്പൊ ആനയുടെ അനിയത്തി ആയിരിക്കോ? ആനയുടെ അപ്പന്റെ ജാരസന്തതി, ഐ മീൻ ഒരടിച്ചു തള്ളിക്കാരി ജാനുവിലോ മറ്റോ? ഇവനൊക്കെ ഇതല്ലേ വരുള്ളൂ തലയിൽ. ഇത് അതൊന്നും അല്ലെന്നേ, കണ്ടാ തന്നെ അറിയാം. നല്ല വീട്ടിലെ കൊച്ചാ. ഇവിടെ ഏതോ മെഡിക്കൽ ക്യാമ്പിന് വന്നതാണ്. പേര് മരിയ. ആഹാ, അപ്പൊ ഫുൾ ഡീറ്റെയിൽസ് ചോദിച്ചു മനസ്സിലാക്കി വെച്ചിട്ടുണ്ടല്ലോ. എന്താ കാര്യം ചോപ്പാ? എന്റെ പൊന്നാലീസ, ഇതൊക്കെ അവള് തന്നെ പറഞ്ഞതാ. ഞാൻ ചോദിക്കാനൊന്നും പോയില്ല. ഒരു മിനിറ്റ് വായി നാക്കി കിടക്കത്തില്ലെന്നേ. ഭയങ്കര വായാടിയാ. ആ വായാടിയെ ജോപ്പനങ്ങ് പിടിച്ചു എന്നാ തോന്നുന്നത്. ഒന്ന് പോകുന്നു മോളെ. കൊച്ചു പെണ്ണാന്നേ. ചെറുപ്രായത്തിൽ ഞാനൊരു കല്യാണം കഴിച്ചിരുന്നേ, അതുപോലെ ഒരു മോളുണ്ടായിരുന്നു. എന്റെ തോപ്പ പ്രേമത്തിന് പ്രായവും കാലവും ഒന്നുമില്ല. ആർക്ക് എപ്പോ വേണമെങ്കിലും ആരെയും പ്രേമിക്കാം. അത് ശരിയാ. അല്ല പിന്നെ അവള് കറക്റ്റ് തോപ്പന്റെ കൂടെ തന്നെ ഒന്ന് കയറുവോ? ഈ നിമിത്തം എന്നൊക്കെ പറയുന്നത് ഇത് തന്നെ. ഒന്ന് പോടാവേ അവിടുന്ന്. നിമിത്തം കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. വൈകുന്നേരം ലോഡ് പോകാനുള്ള വേഗം പണി നിൽക്ക്. ചാക്ക് ചാടിക്കയറി തല ഇരിക്കത്തില്ല. ശരിക്കും നിമിത്തമൊക്കെ ഉള്ളതാണോ? ആ പാപ്പിച്ചായോ, ഈ നിമിത്തത്തിലേക്ക് വിശ്വാസം ഉണ്ടോ? നിമിത്തം നിമിത്തം പിന്നെ ഉണ്ടോന്നു. നമ്മുടെ സുധാകരന്റെ മോള്. നിനക്കറിയാവുന്നേ, കൗളിൽ കറുത്ത മറുകുള്ള സുന്ദരി കൊച്ച്. ഒരു കറുത്ത പൂച്ച കുറുകെ ചാടിയതാ. സ്കൂട്ടർ എടുത്ത് പുറത്തോട്ടിറങ്ങിയതും ഒരു ടിപ്പർ പാഞ്ഞു വന്ന് ദേഹത്തൂടെ കയറി ഇറങ്ങി ഇങ്ങ് പോയി. ഇതാണ് ഈ നിമിത്തം നിമിത്തം എന്ന് പറയുന്നത്. ഞാൻ ഈ കൊല്ലം കൊണ്ട് വെച്ചു വരാം. മാത്തവാടാ പോ. ഓ, അവന്മാരെന്തി? വിഷോടിക്കാൻ പോയി. വിഷോടിക്കാനോ? ആ, ഏലത്തിനെ തോട്ടത്തില്. എങ്ങോട്ടാ? ഷാപ്പോ ബാറോ ക്ലബോ അതോ വാറ്റോ? കാലത്ത് തന്നെ തുടങ്ങണോ? അവന്മാരോട് വന്നിട്ട് പോരെ. ഇന്ന് തന്നെ പതിവ് പരിപാടിയിൽ ഒരു മാറ്റം. വേറൊന്നുമില്ല, വയറിന് നല്ല സുഖമില്ല. അസുഖം വയറിനോ അതോ മനസ്സിനോ? ഇന്നലെ മുതൽ ഞാൻ കാണുന്നുണ്ട് ഒരിളക്കം. ഞാനും വരുന്നു. ഇങ്ങോട്ട് ഷാപ്പിലേക്കാ? എന്നെ ഒന്ന് ആ പള്ളിയിലേക്ക് ആക്കിയേച്ചും പോകും. അമ്മച്ചിക്ക് ആ കാറിൽ പോയ പോരെ. ഞങ്ങൾക്കാണെങ്കിൽ അവിടെ ചെന്ന് 100 കൂട്ടം പണിയുള്ളതാ. എനിക്കറിയാം നിന്റെയൊക്കെ പണി എന്നതാന്ന്. കാറും കൊണ്ട് സൂസമ്മ അവിടെ നാത്തൂന്റെ അടുത്ത് പോയേക്കുവാ. എന്നാ ഞാൻ അമ്മച്ചിക്ക് സിറ്റിൽ നിന്ന് ഒരു ഓട്ടോ പറഞ്ഞുവിടാം. ഓട്ടോയോ? നീയോ പള്ളിയിൽ പോകത്തില്ല. പോന്നവരെങ്കിലും ഒന്ന് ആക്കിയേച്ചു പോടാ. ഈ അമ്മച്ചിയുടെ ഒരു കാര്യം, അമ്മച്ചി വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചാലും കർത്താവ് കേൾക്കും. പോടാ അവിടുന്ന്. നിന്നെ കൊണ്ടൊക്കെ ഒരു ധ്യാനം കൂടിക്കണം, എന്നാലേ ശരിയാകും. അതിന്റെ കുറവ് കൂടെ ഉള്ളൂ. പിടിച്ചോടാ വാമച്ചി. ഈ വഴി നേരെ പോയാ ഞാൻ പഠിച്ച സ്കൂളാ. ആഹാ, അപ്പൊ ഒരുപാട് കാമുകന്മാര് കാത്തുന്ന വഴിയല്ലേ? നമ്മുടെ കാരക്കാട്ടെ വറീതിന്റെ മോളല്ലേടാ അത്? അതേ അമ്മച്ചി, വരതിന്റെ മൂത്ത മോള്. പേര് ജാൻസി. അവനിവിടത്തെ ഉള്ള പെമ്പിള്ളേരെ കാര്യത്തിലൊക്കെ നല്ല തെട്ടാ. അപ്പോ ആ കൂടെയുള്ള കൊച്ചോ? ഇവിടെ
ആ എനിക്കങ്ങ് അറിയത്തില്ല. നീ അവരെ ഇങ്ങോട്ട് വിളിച്ചേ. ദേ തോപ്പിൽ അമ്മച്ചി വിളിക്കുന്നു. എന്നാ അമ്മച്ചി? നീ ആ കാരക്കാട്ടയല്ലേടി വറീതിന്റെ? അതെ അമ്മച്ചി. പള്ളിയിലോട്ടാണേ കേറിക്കോ. അയ്യോ വേണ്ട അമ്മച്ചി, ഞങ്ങൾ നടന്നോളാം. ആ കേറു കൊച്ചേ. അവര് നടന്നു വന്നോളൂ അമ്മച്ചി. അമ്മച്ചിക്ക് ഒരു പണിയില്ല. അമ്മച്ചി പറഞ്ഞു തന്നെയാ ശരി. നല്ല മഴക്കോളും ഉണ്ട്, നമുക്ക് വണ്ടി പോവാം. തുറന്നു കൊടുക്കടാ. ഓ കേറിയാ പറയണേ, അല്ലെ മുഞ്ഞങ്കുത്തി വീഴും.